ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റുഡൻസിന് മാത്രമല്ല, എല്ലാവർക്കുള്ള പ്രശ്നമാണ് ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസ്. ഈ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസ് കാരണം നമ്മുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ ടാസ്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറയാണ്. പല രീതിയിൽ നമുക്ക് പല ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ഫോൺ ഡിസ്ട്രാക്ഷൻസ് കൊണ്ട്. പക്ഷേ ഇതേ ഫോണ് നമുക്ക് നല്ല രീതിയിൽ അറിവ് തരുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇതേ ഫോൺ നമുക്ക് വീക്കർ സെഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ഫോണും നമ്മുടെ ലൈഫും സ്റ്റഡീസും വർക്കും കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു എഫേർട്ട് വേണമെന്നേ ഉള്ളൂ. ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി, കുറച്ച് സ്ട്രാറ്റജീസും ഒക്കെ കണ്ടുപിടിച്ച് അതെൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി. എൻ്റെ സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നതാണ്. സോ ഞാൻ ഉപയോഗിച്ച ഒരു 6 മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം. ഓരോ പോയിന്റും വളരെ വാല്യുബിൾ ആണ്. ഒന്നാമത്തെ മെത്തേഡാണ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പ്രോബ്ലം. ഏതൊരു പ്രശ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പ്രശ്നത്തെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മോട്ടിവേഷൻ ലാക്കോ, നമ്മൾ ലേസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. കൂടുതൽ സ്റ്റുഡൻസും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുന്നു, അതേസമയം വീണ്ടും വീണ്ടും നമ്മൾ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോപ്പമീൻ ഹിറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഡോപ്പമീൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റഡീസ് നമുക്കൊരു ബോറിംഗ് ആയി മാറുന്നു. ഇതേ സമയത്ത് ഫോണിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി ഫോൺ ഉപയോഗിക്കുന്നു. ആ ഒരു സൈക്കിളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു സൈക്കിൾ ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യമാണ് ഫിസിക്കൽ ഡിസ്റ്റൻസ് റൂൾ. ഇഫ് യുവർ ഫോൺ ഈസ് വിസിബിൾ, യുവർ ഫോക്കസ് ഈസ് ഗോൺ. അതായത് നമ്മുടെ ഫോണ് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് താനേ പോകും, നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ള കാര്യം, ഒന്നുകിൽ ഫോൺ അടുത്ത റൂമിൽ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ഒരു ബാഗിൻ്റെ ഉള്ളിലൊക്കെ പൂട്ടി വെക്കും, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ റൂംമേറ്റ്സിനോ ഈ ഫോൺ കൊടുത്തിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തും. ഇങ്ങനെ നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ ഫോൺ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ട്രിഗറും ഫോൺ ഉപയോഗിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും കഴിയും. ഉള്ള കാര്യങ്ങളിൽ സ്റ്റഡീസിലായിക്കോട്ടെ നമ്മുടെ വർക്കിലായിക്കോട്ടെ നമുക്ക് ഫോക്കസ്ഡ് ആവാനും കഴിയും. മൂന്നാമത്തെ മെത്തേഡാണ് എൻ്റെ ഫേവറേറ്റ്, അതായത് ഫോൺ വിൻഡോ മെത്തേഡ്. എൻ്റെ എക്സാം ടൈമിലൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ്. സിമ്പിളാണ്. നമുക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഫോൺ ഉപയോഗിക്കാനായിട്ട് ചെറിയ ടൈം മാറ്റി വെക്കുക. ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ ഒരു 30 മിനിറ്റ് അതിനായിട്ട് മാറ്റി വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ആ ശീലം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് ഒരു 10 മിനിറ്റ്, ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ്, ആ രീതിയിലൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും കഴിയും. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാം, നമ്മുടെ ഫോക്കസ് വർക്കിലും അതുപോലെ തന്നെ സ്റ്റഡീസിലേക്കും കൊണ്ടുവരാനും കഴിയും. നാലാമത്തെ മെത്തേഡാണ് ടേണിങ് യുവർ ഫോൺ ഇൻ ടു എ ബോറിംഗ് ഡിവൈസ്. നമുക്ക് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒക്കെ അട്രാക്റ്റീവാണ്. കളറിലായിക്കോട്ടെ, അതിലെ ആഡ്സ് ആയിക്കോട്ടെ, മറ്റുള്ള വീഡിയോസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് നല്ല രീതിയിൽ അട്രാക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതുമായിട്ട് അഡിക്ഷൻ ആവുന്നതും നല്ല രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. സോ നമ്മുടെ ഈ ഫോണ് ഒരു ബോറിംഗ് ഡിവൈസ് ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. അതിന് കുറച്ച് സ്ട്രാറ്റജീസ്, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, ഗ്രേ സ്കെയിൽ മോഡിൽ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു കളർ മോഡ് മാറ്റുക. നമുക്കറിയാം, സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ ഫോണിൻ്റെ കളർ മോഡ് എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ഗ്രീൻ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറ്റുക. കാരണം ആ ഒരു മോഡിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഫോൺ നോക്കാനും ഉപയോഗിക്കാനൊക്കെ. രണ്ടാമത്തത്, ഈ സോഷ്യൽ ആപ്പുകളൊക്കെ ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റി വെക്കുക. ലൈക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലത്തെ ആപ്പുകളൊക്കെ ഹോം സ്ക്രീനിൽ നിന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഈ സോഷ്യൽ ആപ്സ് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് നൽകുന്ന ഇതുപോലത്തെ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഒന്നെങ്കിൽ ഹൈഡ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. സോ ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഒരുപാട് കുറയ്ക്കാൻ കഴിയുന്നുള്ളതാണ്.
ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ നല്ല ഫീഡ്ബാക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഞ്ചാമത്തെ മെത്തേഡാണ് റീപ്ലേസ് ദ ഹാബിറ്റ്. അതായത് നമുക്ക് ഏതൊരു ബാഡ് ഹാബിറ്റ് ആണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് റീപ്ലേസ് ചെയ്യാന്നുള്ളത്. അതായത് എനിക്ക് എല്ലാ ദിവസവും 10 മണിക്ക് ഫോൺ നോക്കാനുള്ള ട്രിഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഡൻസി ഉണ്ടാവും എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എന്താക്കണം, ആ ഒരു സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം പുതിയൊരു ഹാബിറ്റ് അവിടെ റീപ്ലേസ് ചെയ്യാം. ഒന്നെങ്കിൽ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കാം. അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല ഹാബിറ്റ്സ് അവിടെ റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രെയിന് ഇതുമായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ എപ്പോഴും ആ ഒരു സമയമാകുന്ന സമയത്ത് ഈ ഫോണിന് വേണ്ടി സിഗ്നൽ തരുന്നതിന് പകരം ഈ പുതിയ ഹാബിറ്റ് ചെയ്യാനും വേണ്ടി ബ്രെയിന് നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ റീപ്ലേസ് ദ ഹാബിറ്റ് ഒരു അടിപൊളി മെത്തേഡാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫോണിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും ഒക്കെ ഒഴിവാക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് എമർജൻസി റൂൾ. ഇത്രയും കാര്യം ചെയ്തിട്ടും നമ്മുടെ ഫോണിൻ്റെ ആ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഒഴിവാക്കാനൊന്നും കഴിയുന്നില്ല, അഡിക്ഷൻ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡാണ്. ഒന്ന്, ആപ്പ് ബ്ലോക്ക് പോലത്തെ ആപ്പുകൾ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് നൽകുന്ന ആപ്പുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. സോ ഒരു ടൈം പീരീഡ് നമുക്ക് പിന്നെ ആ ആപ്പ് യൂസ് ആക്കാൻ കഴിയില്ല. രണ്ടാമത്തത്, നമ്മുടെ ഫോണ് നമ്മുടെ പാരൻസിന് കൈമാറാം, നമ്മുടെ ടീച്ചേഴ്സിന് കൈമാറാം. അങ്ങനെ പല രീതിയിൽ ഫോണിന്റെ ആ ഒരു ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും. മൂന്നാമത്തത്, ഒരു ബേസിക് ഫോൺ, സ്വിച്ച് ഫോൺ ഒക്കെ ഉണ്ടാവില്ലേ, അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ വാട്സപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോളിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഫോൺ എന്ന നിലയിൽ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഈ ഒരു രൂപത്തിലൊക്കെ നമുക്ക് ഫോണിന്റെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതേ ഫോൺ നമ്മുടെ സ്റ്റഡീസിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ തരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മുടെ കൺട്രോളിലല്ലാത്ത സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ നമ്മെ വീക്കർ സെഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. സോ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഈ ഒരു ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഇതിൽ 6 മെത്തേഡാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. See you in the next video. Thank you.